വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ വീടിനടുത്തുള്ള വാഴോലി എന്ന് പറയുന്ന ദേവീക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനും ചേട്ടനും അമ്മയും സംഗീത അളിയന്മാരും ഋഷിക്കുട്ടനും എല്ലാവരുമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആയപ്പം വീടിനടുത്ത് ഒരു അമ്പലമുണ്ട്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ 10 ദിവസത്തെ ഉത്സവവും അതുപോലെ 7 ദിവസത്തെ സപ്താഹവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വൈകുന്നേരം കുഞ്ഞുങ്ങളുമായിട്ട് ജസ്റ്റ് അമ്പലത്തിലൊക്കെ ഒന്ന് പോകുന്ന ഒരു സന്തോഷമാണല്ലോ. സന്തോഷം മാത്രമല്ല, മനസ്സിനൊരു സമാധാനം, ഒരു പ്രത്യേക ഫീലാണല്ലോ. ഈവൻ അമ്പലത്തിൽ പോകുന്നത് നല്ലൊരു ഫീല് തന്നെയാണ്. അപ്പോൾ എല്ലാവരുമായിട്ട് പോകുമ്പോഴും അതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പോയി ബർത്ത്ഡേ ഫംഗ്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പനി പിടിച്ചു കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ മൂക്ക് അടഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ എൻ്റെ സൗണ്ട് ഇങ്ങനെ. അപ്പോൾ നിങ്ങളത് മൈൻഡ് ആക്കണ്ട. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വന്ന് തൊഴുതു. അപ്പോൾ അവിടെ എന്തോ പൂജയോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ഒരു 7-7:30 ആയതുകൊണ്ട് ഞങ്ങൾ കുറേ നേരം ഒന്നും നിന്നില്ല. പെട്ടെന്ന് തന്നെ തൊഴുതിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ തൊട്ടടുത്ത ദിവസം അവിടുത്തെ പത്താവുത്സവമായിരുന്നു. അന്ന് വീടിനടുത്തുകൂടി ഫ്ലോട്ടും കാളകെട്ട് ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുവഴിയാണ് പോയത്. അപ്പോൾ ഞങ്ങൾ അതുവഴി വീടിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി നിന്ന് കുഞ്ഞുങ്ങളെ അത് കാണിക്കുമ്പോൾ അവർക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആണല്ലോ. അമ്പലത്ത് ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് നമ്മൾ പോയിരുന്നു, പക്ഷേ അവിടെ കാളയില്ലായിരുന്നു. ബാക്കി ഫ്ലോട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതേ കാളകെട്ടും ചെണ്ടമേളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കുഞ്ഞുങ്ങളെ കാണിച്ചു. നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. ഒരു കാളേ ഉള്ളായിരുന്നു, പക്ഷേ അതിനെ നല്ല രീതിയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടൊക്കെ അടുത്തുള്ള മധുവണ്ണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. ആ ചേട്ടന് വീട്ടിൽ സ്വന്തമായിട്ട് കാള ഉണ്ടാക്കി അതിനെയും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഋഷിക്കുട്ടനെയൊക്കെ ഇരുത്തിയ ഫോട്ടോസൊക്കെ എൻ്റെ കൂടെയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കാളയും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ അതൊക്കെ കണ്ട് നല്ല സന്തോഷമായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർക്കും ഇതൊരു നല്ല. പിന്നെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ശക്തികുളങ്ങര അമ്പലത്തിൽ ഇതുപോലെ ഉത്സവം നടക്കുകയാണ്. അപ്പോൾ നമുക്ക് പനിയും കാര്യങ്ങളും ആയതുകൊണ്ടൊന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണിക്കാമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം നമ്മുടെ റോഡിൽ കൂടെ തന്നെ കുഞ്ഞുങ്ങളെ അതിൻ്റെ കൂടെ കൊണ്ടുപോയി. പിന്നീട് നമ്മൾ ഫ്ലോട്ടൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള ഫാമിലി വ്ളോഗ്സൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇവിടെ സാരോകൂട്ടൻ ലൈറ്റ്, പൊതുവേ ലൈറ്റും ബഹളമൊക്കെ കാണുമ്പോൾ അളിയന്മാർ കരയുന്നതാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ കളിയൊക്കെ കണ്ടുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫ്ലോട്ടോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഋഷിക്കുട്ടൻ്റെ ഫോട്ടോയും കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ബൈ.